ഇങ്ങനത്തെ യുഐസ് പെട്ടെന്ന് ഉണ്ടാക്കണം. അപ്പം വീഡിയോ മൊത്തമായിട്ട് കാണാം. അതിനകത്ത് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടെയിൽവിൻ CSS എന്നുള്ള ഫ്രെയിംവർക്കിന്റെ കൺസെപ്റ്റുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഈ CSS വെച്ച് സ്റ്റൈൽ ചെയ്യാന്ന് പറയുന്നതേ ചില ആൾക്കാർക്ക് തലവേദനാണ്. ആ ടൈപ്പ് ആൾക്കാരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നിങ്ങളും ആ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പുതിയ CSS ഫ്രെയിംവർക്കാണ് ടെയിൽവിൻ CSS എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു സാധാ HTML പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ബ്രൗസറിൽ തുറക്കാൻ വേണ്ടിയിട്ട് ലൈവ് സെർവർ എന്നുള്ള VS Code എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഞാൻ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേജ് തുറന്നു വന്നിട്ടുണ്ട്. പേജ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസർ കുറച്ച് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് H1 കൊടുത്തപ്പോൾ ഇത് കണ്ടോ കുറച്ച് ബോൾഡും സൈസ് കൂടി, പിന്നെ ഇവിടെ ചെറിയൊരു മാർജിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടെയിൽവിൻ CSS എന്താണെന്നല്ലേ, ഗൂഗിൾ തുറന്നിട്ട് ടെയിൽവിൻ്റെ CSS എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ടെയിൽവിൻ്റെ വെബ്സൈറ്റ് വരും, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇത് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേ CD തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ റിയാക്ട് ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ ഫ്രെയിം വർക്ക് ഗൈഡ്സിൽ പോയിട്ട് നിങ്ങൾ റിയാക്ടിൻ്റെ ഏതാണോ, ഇപ്പോൾ വീറ്റൊക്കെ ആണ് വീറ്റിൻ്റെ ഗൈഡ് ലൈൻസ് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം പ്ലേ CD അനുസരിച്ച് ചെയ്യാം. എന്നിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ഒന്ന് കോപ്പിയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ HTML അകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യണം. എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. എക്സ്റ്റൻഷൻസിൽ പോവാം. എന്നിട്ട് എന്ത് ചെയ്യുക, ടെയിൽവിൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽവിൻ CSS ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഈ എക്സ്റ്റൻഷൻ വർക്ക് ആവണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെയ്യണം. നമ്മുടെ ഫോൾഡറിനകത്ത്, നമ്മളിപ്പോൾ ചെയ്യുന്ന ഫോൾഡറിനകത്ത് ടെയിൽവിൻ്റെ ഡോട്ട് കോൺഫിഗ് ഡോട്ട് JS എന്നൊരു കാലി ഫയൽ ഉണ്ടാക്കി വെക്കണം. എന്നാലേ എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ റിയാക്റ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി വരും. അപ്പോൾ തൽക്കാലം നമ്മൾ ഒരു കാലി ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് സേവ് ചെയ്തിട്ടൊന്ന് നമ്മൾ ബ്രൗസർ തുറക്കണേ. അപ്പോൾ കണ്ടോ നമ്മുടെ H1ന്റെ സ്റ്റൈലും തടിയും വലുപ്പവും ഒക്കെ പോയി. ഇപ്പോൾ ടെയിൽവിൻ്റെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ഡീഫോൾട്ട് ആയിട്ടുള്ള എല്ലാ സ്റ്റൈലുകളും അങ്ങോട്ട് പോകും. അതായത് നമ്മൾ H1 കൊടുത്താലും H2 കൊടുത്താലും H6 കൊടുത്താലും ഒക്കെ ഒരേ സ്റ്റൈലിങ് തന്നെ വരിക. ഇനിയിപ്പോൾ നമ്മൾ ലിങ്ക് ആണെങ്കിൽ ആ നീല കളറും അണ്ടർലൈനും ഒക്കെ പോകും. സോ നമുക്കൊരു ബ്ലാങ്ക് ക്യാൻവാസ് എന്നിരിക്കുകയാണ്. നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതല്ലേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ CSSൽ സ്റ്റൈൽ കൊടുക്കാൻ ക്ലാസ്സുകൾ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ. നമ്മൾ CSSൽ ക്ലാസ് ഉണ്ടാക്കും. ആ ക്ലാസ് ഓരോന്നിന് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്യും. ഇപ്പോൾ ഈ ടെയിൽവിൻ CSS നമുക്ക് ഫ്രീ ആയിട്ട് കുറേ യൂട്ടിലിറ്റി ക്ലാസ്സുകൾ നമ്മൾ വിളിക്കുക. അങ്ങനത്തെ കുറച്ച് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ ഒരു H1ന് സ്റ്റൈൽ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഞാൻ ക്ലാസ് കൊടുക്കുകയാണേ. ഇങ്ങനെ നമുക്ക് ടെയിൽവിൻ തന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ഏറ്റവും ചെറുതാക്കേണ്ട എക്സ്ട്രാ സ്മോൾ XS എന്നാണ് പറയാം കേട്ടോ. നമ്മളിവിടെ കേസർ ഉണ്ടോ വെച്ചാൽ കാണാം. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CS ഉണ്ടോ. ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ CSSൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് XS എന്ന് കൊടുത്താൽ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതന്നെ ഇവിടെ സംഭവിക്കുള്ളൂ. നമ്മൾ അതിന് തുറന്നു നോക്കി കഴിഞ്ഞാൽ കണ്ടോ വളരെ ചെറുതായി. ഇനി സ്മോൾ ആക്കുകയാണെങ്കിൽ SM ഉണ്ട്, സ്മോളായി. ഇനി മീഡിയം ആക്കുകയാണെങ്കിൽ MD ഉണ്ട്, അതാണ് നോർമൽ സൈസ്. ഓക്കെ. ഇനി ലാർജ് ആക്കുകയാണെങ്കിൽ LG ഉണ്ട്. ഇനി അതിലും ലാർജ് ആക്കുകയാണെങ്കിൽ XL എക്സ്ട്രാ ലാർജ് ഉണ്ട്. ആ എക്സ്ട്രാ ലാർജ് 2XL 3XL അപ്പ് ടു 9XL വരെ ഉണ്ട്. അതാണ് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ വലുപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഏറ്റവും ചെറുത് XS, പിന്നെ SM, പിന്നെ MD, പിന്നെ LG, പിന്നെ XL, അത് അപ്പ് ടു 9XL വരെ ഉണ്ട്. ഇനി അടുത്താണ് നമുക്ക് ടെക്സ്റ്റിന് കളർ കൊടുക്കേണ്ടി വരും അല്ലേ. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ് ടെക്സ്റ്റ് പറയാം, ഹൈഫൺ അറിയാം. ഇതേപോലെ തന്നെ കേട്ടോ. ടെക്സ്റ്റ് പറയാം, ഹൈഫൺ അറിയാം. എന്നിട്ട് കളറിന് പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെഡ് കൊടുക്കുന്നത് വെച്ചാൽ റെഡ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കുറേ വേരിയൻസ് ഉണ്ട്. 50 തൊട്ട് ലാസ്റ്റ് 950 വരെയുള്ള. ഇപ്പോൾ ഞാൻ 400 കൊടുക്കണം, അതായത് നടുവിലുള്ള കളർ. ഓക്കെ. ഇപ്പോൾ റെഡ് കളറായി. ഇനിയിപ്പോൾ 50 കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള റെഡ് കളർ ഉണ്ട്. ഇനി 950 കൊടുക്കുന്നെങ്കിലോ ഏറ്റവും ഹൈ ആയിട്ടുള്ള റെഡ് കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് പല കളേഴ്സ് ബിൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് കസ്റ്റമായിട്ട് കളറൊക്കെ കൊടുത്താൽ നമുക്ക് പറയാം കേട്ടോ. അപ്പം ടെക്സ്റ്റിന് സൈസ് കൊടുക്കാൻ ടെക്സ്റ്റ് ഐഫോൺ സൈസ് എന്ന് പറയുന്നത് XS ഉണ്ട്, SM ഉണ്ട്, MD ഉണ്ട്, LG ഉണ്ട്, XL ഉണ്ട്. XL അപ് ടു എത്ര ഉണ്ട്, 9XL വരെ ഉണ്ട്. പിന്നെ കളർ കൊടുക്കാൻ ടെക്സ്റ്റ് ഹൈഫൺ കളറിൻ്റെ പേര് ഹൈഫൺ ആ ഒരു ഡെപ്ത് കളറിൻ്റെ ആ ഒരു പാലറ്റ് നമ്മൾ വിളിക്കാം. ഓക്കെ. പിന്നെ അടുത്താണ് ഈ ഫോണിൻ്റെ തടി ഉണ്ടല്ലോ. തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുത്താൽ ഇതാണ് ഫോണ്ട് വരിക. ഓക്കെ. പിന്നെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് ഹൈഫൺ ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ നോർമൽ എന്നുള്ള ആ ഒരു ഫോണ്ടിലാണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ കുറച്ചും കൂടെ കട്ടി കൂട്ടുകയാണെങ്കിൽ മീഡിയം ഉണ്ട്. ഓക്കെ. പിന്നെ സെമി ബോൾഡ് ഉണ്ട്, ലേശം ഒന്ന് ബോൾഡായി. പിന്നെ ബോൾഡ് ഉണ്ട്, പിന്നെ ബോൾഡായി. പിന്നെ എക്സ്ട്രാ ബോൾഡ് ഉണ്ട്, എക്സ്ട്രാ ബോൾഡ് ഉണ്ട്, പിന്നെയും ബോൾഡായി. പിന്നെ ഏറ്റവും ബോൾഡ് ആയിട്ടുള്ളത് ബ്ലാക്ക് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബോൾഡ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കേസർ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ കാണാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് CSSൽ ഫോണ്ട് വെയിറ്റ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ തിന്നുണ്ട് ഏറ്റവും ചെറുതായിട്ടുള്ള ഉണ്ടോ. അങ്ങനെ നമുക്ക് ഫോണ്ടിൻ്റെ ആ ഒരു തടി കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോണ്ടുകൾ 3 ടൈപ്പ് ഉണ്ട്. ഫോണ്ട് സെരിഫ് ഉണ്ട്, കാണിച്ചു തരാം. കണ്ടോ ഈ ഇവിടെ കണ്ടോ ഈ ഒരു സാധനമുള്ള ആ ടൈപ്പ് ഫോൺ നമ്മൾ സെരിഫ് എന്ന് വിളിക്കും. പിന്നെ സാൻസ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്, സാൻസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് മോണോ ഉണ്ട്, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു കേസറൊക്കെ കാണുന്ന ടൈപ്പ് കേട്ടോ.
നമ്മൾ കോഡിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനം പോകണമെന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടെക്സ്റ്റ് കൊടുക്കുന്ന പഠിച്ചു. ടെക്സ്റ്റിന് എന്തൊക്കെ കൊടുക്കുക? സൈസ് കൊടുക്കുക, XS, MD, LG. പിന്നെ എക്സലിൽ അത് അപ് ടു നാനക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഫോണിന്റെ തിക്നെസ് കൊടുക്കുന്നുണ്ട്, അത് പഠിച്ചു. പിന്നെ നമ്മൾ ഫോണിന് കളർ കൊടുക്കുന്നത് പഠിച്ചു. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം എന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ നമ്മൾ BG എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കളറിന് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ റെഡ് ഐഫോൺ ഫിൽറ്റർ എടുത്ത് റെഡിന്റെ ഏറ്റവും ചെറുത് കിട്ടും. ഇനി ഒരു 400 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റെഡ് കിട്ടും. ഓക്കെ, ഞാൻ ഫോണിന്റെ സൈസ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാണ്. ഞാൻ ടെക്സ്റ്റ് 5XL കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തായിട്ടുള്ളതാണ് മാർജിനും പാഡിങ്ങും. ഓക്കെ, അപ്പോൾ മാർജിൻ എന്ന് വെച്ചാൽ ഒരു സാധനത്തിന്റെ പുറത്തുള്ള സ്പേസിനെ മാർജിൻ എന്ന് വിളിക്കുക. പാഡിംഗ് എന്ന് വെച്ചാൽ ഉള്ളിലുള്ള സ്പേസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2 H1 ഉണ്ടാക്കിയേക്കാണ്. നമുക്ക് മേലത്തെ H1 മാർജിൻ കൊടുക്കാം. മാർജിൻ എന്ന് പറയണ്ട, M പറയാം. എന്നിട്ട് എത്ര മാർജിൻ കൊടുക്കണം എന്ന് പറയാം. ഇപ്പോൾ കണ്ടോ, M0, M1 അപ് ടു M96 വരെ ഉണ്ട്. അപ്പോൾ ഞാനൊരു M10 കൊടുക്കുകയാണേ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു H1 ചുറ്റിലും മേലെയും ഇടതും വലതും താഴേക്കായിട്ട് 10 പിക്സൽ മാർജിൻ വന്നിട്ടുണ്ട്. അവിടെ കേഴ്സർ വെച്ചാൽ കാണാനുണ്ടോ, മാർജിൻ വന്നിട്ടുണ്ട്. പിക്സൽ അല്ല, REM ആണ്. REM എന്ന് വെച്ചാൽ √M എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് ഇടതും വലതും മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ M കൊടുക്കുന്നതിന് MX കൊടുക്കണം. വെച്ചാൽ X ആക്സിൽ മാത്രം മതി എന്ന് കണ്ടോ. ഇനി മേലെയും താഴെ മാത്രം MY കൊടുത്താൽ മതി, മേലെയും താഴെ മാത്രം. ഇനി നമുക്ക് ലെഫ്റ്റിൽ മാത്രം മതി, അപ്പോൾ ML കൊടുത്താൽ മതി. ഇനിയിപ്പോൾ റൈറ്റിൽ മാത്രം മതിയെങ്കിൽ MR കൊടുത്താൽ മതി. മുകളിൽ മാത്രം മതിയെങ്കിൽ MT കൊടുത്താൽ മതി. താഴെ മാത്രം മതിയെങ്കിൽ MB കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ കൊടുക്കാം. ഇനി മാർജിനെ പോലെ തന്നെയുള്ള സാധനമാണ് പാഡിങ്. ഓക്കെ, ആ പാഡിങ് കൊടുക്കാണ്. പാഡിങ് ഉണ്ടോ, പാഡിങ് മാർജിൻ പുറത്താണ്, പാഡിങ് ഉള്ളിലാണ്. അപ്പോൾ ഇതിനും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ X ആക്സിൽ മാത്രമാണ് PX കൊടുക്കാം, Y ആക്സിൽ മാത്രമാണ് PY കൊടുക്കാം, ഇനി ലെഫ്റ്റിൽ മാത്രമാണ് PL കൊടുക്കാം, റൈറ്റിൽ മാത്രമാണ് PR കൊടുക്കാം. സംഭവം കത്തിയല്ലോ. അങ്ങനെ മാർജിനും പാഡിങ്ങും നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാൻ പറ്റും. ഇനിയും ഫോണിന് വേറെയും കാര്യങ്ങൾ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അണ്ടർലൈൻ ആണ്. ഞാൻ ഈ റെഡ് അങ്ങോട്ട് ഒഴിവാക്കാൻ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാനുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് ബോർഡറിന് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ തുറന്നാൽ തന്നെ ഇവിടെ കണ്ടോ ചെറിയൊരു ബോർഡർ കാണാൻ പറ്റും. പിന്നെ തിക്നെസ് കൂട്ടണമെങ്കിൽ ബോർഡർ 2 ഉണ്ട്. ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്നെസ് ആയി. പിന്നെ ഇങ്ങനെ ബോർഡർ ഐഫോൺ 4 ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ബോർഡർ കൊടുക്കാൻ പറ്റും. ബോർഡർ കളർ മാറ്റണമെങ്കിൽ ബോർഡർ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ റെഡ് ആണ്, റെഡ് ഇപ്പോൾ 200 കൊടുക്കാം. ഇപ്പോൾ 200 റെഡ് ആയിരിക്കും, 400 കൊടുക്കാം. അങ്ങനെ ബോർഡറിന്റെ കളർ മാറ്റാം. ഈ ബോർഡറിന് നമുക്ക് എല്ലാ ഭാഗത്തും വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ X ആക്സിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ബോർഡർ എന്ത് ചെയ്താൽ മതി, X2 കൊടുത്താൽ മതി. ഇപ്പോൾ X ആക്സിൽ മാത്രം 2 കൊടുത്തിട്ടുണ്ടോ ഈ 2 സൈഡിൽ. ഇനി Y ആക്സിൽ മാത്രമാണെങ്കിലോ Y2 കൊടുത്താൽ മതി. മേലെയും താഴെ മാത്രം കിട്ടും. അങ്ങനെ ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബോർഡർ അങ്ങനെ കൊടുക്കാം. ജസ്റ്റ് ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഈ ഒരു കളറിലാണ് വരിക. ഓക്കെ, ഇത് മനസ്സിലാവാൻ വേണ്ടിയാണെങ്കിൽ മാർജിന് 10 കൊടുത്തിട്ട് കാണിച്ചാൽ വേണ്ടോ, ബോർഡർ ഉണ്ട്. ഇനി ഈ ബോർഡറിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ റൗണ്ടഡ് ആക്കാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫ്ലാറ്റ് ഇട്ടാണിട്ട് കുറച്ച് പാഡിങ് കൂടെ കൊടുക്കാം. ഇനി ഇതിനെ റൗണ്ടഡ് ആക്കാം കേട്ടോ. റൗണ്ടഡ് ആക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, റൗണ്ടഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പം തന്നെ ഡീഫോൾട്ട് ആയിട്ട് ഒരു റൗണ്ടിങ് വരും. ഇതിൽ തന്നെ സ്മോൾ ഉണ്ട്, അതേപോലെ തന്നെ മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. നമ്മളെ ടെക്സ്റ്റിന്റെ സൈസ് കൊടുക്കും. എക്സ്ട്രാ സ്മോൾ ഇല്ല കേട്ടോ. പിന്നെ XL ഉണ്ട്. ഓക്കെ, പിന്നെ റൗണ്ടഡ് ഇങ്ങനെ കഴിഞ്ഞാൽ കണ്ടോ നമ്മളെ 3XL വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളാണ്. ഫുള്ള് വെച്ചാൽ മാക്സിമം ആണ്. അത് നമ്മളെ സർക്കിളിനെ മാതിരി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ഒരേ വിടുത്ത് ഹൈറ്റ് ഉള്ള സാധനമാണെങ്കിൽ സർക്കിളായിട്ട് മാറും. അപ്പം ഞാൻ വിടുത്ത് ഒരു 64 ഹൈറ്റ് ഒരു 64 കൊടുക്കാം. ഇപ്പോൾ സർക്കിളായി മാറിയുണ്ട്. ഇനി വിടുത്ത് ഹൈറ്റ് സെയിം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ 2 പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല, സൈസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഉണ്ടോ, സർക്കിളായിട്ട് വരും. നമുക്ക് ബോർഡർ കൊടുക്കാം. പിന്നെ ഉള്ളതാണ് ഷാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ബോർഡർ അങ്ങോട്ട് ഒഴിവാക്കാണ്. നമുക്ക് ഷാഡോ എന്ന് വെച്ചാൽ എന്താ, നീല കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാഡോ എന്ന് കൊടുത്താൽ ഡീഫോൾട്ടായിട്ട് ഒരു ഷാഡോ വരും. ഉണ്ടോ, ഇതിന്റെ കൂടെ നമുക്ക് റൗണ്ടഡ് കൊടുക്കാം കേട്ടോ. ബോർഡർ ഇല്ലെങ്കിൽ റൗണ്ടഡ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഷാഡോയിൽ തന്നെ പല സാധനം ഉണ്ട്. ഷാഡോ SM ഉണ്ട്, ഉണ്ടോ, പിന്നെ ഷാഡോ MD ഉണ്ട്, പിന്നെ LG ഉണ്ട്, പിന്നെ XL ഉണ്ട്, പിന്നെ 2XL ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഷാഡോ എന്ന് പറഞ്ഞിട്ട്. അടുത്തായിട്ട് ഞാനൊരു ഡിവ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു ഡിവ് എന്ന് വെച്ചാൽ നമുക്ക് പേജിനകത്തൊന്നും കാണാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പം പോണ ക്ലാസ് ഞാൻ എന്ത് ചെയ്യുക, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് കൊടുക്കാം കേട്ടോ. ഒരു 400 റെഡ് കൊടുക്കുകയാണ്. നമ്മളെ ഐഡിയയിൽ ഇപ്പോൾ ഒരു സാധനം കാണണം, പക്ഷെ ഒന്നും കാണുന്നില്ല. കാണാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒരു ഡിവ് ഡീഫോൾട്ടായിട്ട് ഹൈറ്റ് ഉണ്ടാവില്ല. വിടുത്ത് അതിൻ്റെ പാരന്റിന്റെ വിടുത്ത് എത്രയാണോ വെച്ചാൽ ഇപ്പം ബോഡി വെച്ചാൽ സ്ക്രീനിന്റെ വിടുത്തുണ്ട്, പക്ഷേ ഹൈറ്റ് ഇതിനില്ല. ഇപ്പോൾ വേണം ഞാൻ കാണാനായിട്ട് ഹൈറ്റ് 10 കൊടുക്കുകയാണേ. ഇപ്പോൾ കണ്ടോ, കാണാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഡിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിടക്കണ ആളുടെ ഫുള്ള് വിടുത്തെടുക്കും. ഹൈറ്റ് ഉണ്ടാവില്ല ഡീഫോൾട്ടായിട്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഹലോന്റെ ഹൈറ്റ് വരും. ഇനി അതല്ല, ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പേജിനകത്ത് കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാം. ഹൈറ്റ് 100 ഇല്ല കേട്ടോ, 96 വരെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പല ഹൈറ്റ് കൊടുക്കാം.
പിന്നെ നമുക്ക് വിടുത്തും ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കണം, അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിടുത്ത് 10, ഹൈറ്റ് 10 ഇങ്ങനെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ 10 അപ്പം ഹൈറ്റും വിടുത്തും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈസ് നമ്മൾ 0 മുതൽ മാർജിനൊക്കെ നമ്മൾ പറഞ്ഞു 0 മുതൽ 96 വരെ, അതേപോലെ തന്നെ ഹൈറ്റും വിടുത്തും 0 മുതൽ 96 വരെയാണ് ഉള്ളത്. ഓക്കെ, അടുത്തായിട്ടുള്ള സാധനം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിവിന് ഒരു വിടുത്ത് ഹൈറ്റും കൊടുക്കണം. അപ്പം ഞാൻ വിടുത്ത് ഞാനൊരു 64 കൊടുക്കാണ്, ഹൈറ്റ് ഒരു 10 കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡിവ് ഉണ്ട്. ഞാൻ അടുത്ത ഡിവ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് ഞാൻ ഗ്രീൻ ആക്കുകയാണ്. ഓക്കെ, അടുത്ത ഞാൻ ബ്ലൂ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് 3 ഡിവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഡിവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഡീഫോൾട്ട് ആയിട്ട് അത് കിടക്കണ പാരന്റിന്റെ വിടുത്ത് എന്താണോ ആ വിടുത്തിലാണ് വരിക. ഹൈറ്റ് എന്താ വരിക? ഹൈറ്റ് ഡീഫോൾട്ട് ആയിട്ടൊന്നും വരില്ല, നമ്മൾ എന്തെങ്കിലും ഹൈറ്റ് കൊടുത്താലേ വരുള്ളൂ. നമ്മൾ വിടുത്തൊന്നും കൊടുത്തില്ലെങ്കിലും അത് കിടക്കുന്ന പാരന്റിന്റെ വിടുത്ത് മൊത്തമായിട്ട് എടുത്തോളും. ഇനി കൊടുത്തു കഴിഞ്ഞാൽ ആ വിടുത്ത് എടുത്തോളും. ഹൈറ്റ് വരില്ല, ഹൈറ്റ് നമ്മൾ കൊടുത്താലേ വരുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സാധനമാണ്. അപ്പോൾ ഇനി ഇവരെല്ലാവരെയും കൂടെ ഞാനൊരു ഡിവിനകത്ത് കൊണ്ടുപോയിടാണേ. ഓക്കെ, അപ്പോൾ മാറ്റങ്ങളൊന്നുമില്ല. കാര്യം എന്താ, ഈ ഡിവ് ബോർഡിന്റെ മൊത്തം വിടുത്തിലുള്ളത്. പിന്നെ ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിനകത്തുള്ള കുട്ടികളുടെ ഹൈറ്റ് എത്രയാണ്? അപ്പോൾ ഒരു 10 ഉണ്ട്, 10 30 ഹൈറ്റുള്ള, 30 അല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുകയാണെ, 30 ഹൈറ്റുള്ള ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ, നമ്മളൊരു ഡിവിനകത്ത് സാധനങ്ങൾ കൊടുക്കുമ്പോൾ താഴെത്തായാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ താഴെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് പൊസിഷനിങ്ങിന് ഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, ഞാൻ ഫ്ലെക്സ് എന്ന് കൊടുക്കുകയാണെ. ഫ്ലെക്സ് കൊടുത്ത് നിങ്ങൾക്ക് കാണാം താഴെ വരുന്നത് മാറി ഇങ്ങനെ നിറഞ്ഞ് വെച്ചാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകാൻ തുടങ്ങി. ഓക്കെ, അതായത് നമ്മൾ ഒരു ഡിവിന് ഫ്ലെക്സ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികൾ അത് താഴെ വെക്കുന്നതിന് പകരം എന്താ സംഭവിക്കുക, നേരെ ഇങ്ങനെ വെക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഒരു 3 കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് കാണാം. ഉണ്ടോ, ഇങ്ങനെയാണ് ഫ്ലെക്സ് ഉള്ള സാധനം വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഞാൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്താൽ എന്താ നടക്കുക നമുക്ക് നോക്കാം. കണ്ടോ, ഇതിങ്ങനെ ആ ഒരു ഡിവിൻ്റെ വിഡ്ത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും ആയിട്ട് വീതിച്ച് കൊടുക്കുക ചെയ്തത്. ഓക്കെ, ഞാൻ വീണ്ടും കോപ്പി പേസ്റ്റ് ആണെങ്കിലോ വീണ്ടും കാണാൻ പറ്റും. ഉണ്ടോ, എല്ലാവർക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെക്സ് എന്നുള്ളൊരു പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികൾ അത് താഴെ വെക്കുന്നതിന് പകരം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വെക്കാൻ തുടങ്ങും. ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യണമെന്ന് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇത് മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് BG സ്ലേറ്റ് 100 കൊടുക്കണം. അപ്പോൾ മനസ്സിലാവാൻ വേണ്ടി കേട്ടോ, ഇത് കാണാൻ പറ്റും. വേണ്ട ഒരു 200 കൊടുക്കാം, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആ ഒരു പെട്ടിയതിനകത്ത് 3 കുട്ടികളാണുള്ളത്. ഈ കുട്ടികളെ നമുക്ക് പല രൂപത്തിൽ പൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ജസ്റ്റിഫൈ സ്റ്റാർട്ടാണ്, സ്റ്റാർട്ടിങ്ങിലാണ് കുട്ടികളെ വെക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റിഫൈ എൻഡ് കൊടുക്കാം. അപ്പോൾ എന്താ, എൻഡിലാണ് കുട്ടികളെ കൊണ്ടുപോയി. ഓക്കെ, നടുവിൽ വെക്കണമെങ്കിലോ ജസ്റ്റിഫൈ സെന്റർ കൊടുക്കാം. അപ്പോൾ നടുവിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, ഇനി കുട്ടികളുടെ ഇടയിൽ മാക്സിമം സ്പേസ് ആണെങ്കിൽ ജസ്റ്റിഫൈ ബിറ്റ്വീൻ കൊടുത്താൽ മതി. കുട്ടികളുടെ ഇടയിൽ മാക്സിമം സ്പേസ് വരും. ഇനി ഇടയിലും വേണം ആഫ്റ്റർ വേണം, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈവൻലി കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എറൗണ്ട് ഉണ്ട്. എറൗണ്ട് എന്ന് വെച്ചാൽ അവൈലബിൾ സ്പേസ് ആദ്യം ബിറ്റ്വീനും ആക്കിയതിന് ശേഷം ആദ്യത്തെ അവസാനത്തിനും കൊടുക്കുന്നതാണ് എറൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് കുട്ടികളെ സ്പേസ് നമ്മൾ ജസ്റ്റിഫൈ സ്റ്റാർട്ടാണ് ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അത് കൂടാണ്ടുള്ള സാധനങ്ങളാണ് ജസ്റ്റിഫൈ എൻഡ് ഉണ്ട്, പിന്നെ ജസ്റ്റിഫൈ സെന്റർ ഉണ്ട്, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഉണ്ട്, പിന്നെ ജസ്റ്റിഫൈ ഈവൻലി ഉണ്ട്, ജസ്റ്റിഫൈ അറൗണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുക ഇതൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് അടിക്കണം. ബൈഹാർട്ട് അടിക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് ഇത് മൈൻഡിൽ നിന്നോ. ഒരു കാര്യമുള്ളത്, ഇത് അറൗണ്ട് സാധനങ്ങളൊക്കെ വർക്ക് ആവണമെങ്കിൽ അതൊക്കെ ഇതിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇയാളുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈ വിഡ്ത്ത് ഒന്ന് കുറച്ചിട്ട് എന്താക്കാണ്, വിഡ്ത്തൊരു 10 ആക്കാണേ, ഇങ്ങനെ എടുക്കട്ടെ. ഓക്കെ, ഇനി ഇയാളെ വിഡ്ത്തൊരു 64 വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ഈ കളികളൊക്കെ നടക്കുക. അപ്പം പാരലിൻ്റെ വിഡ്ത്ത് എന്താണോ അത് വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ഉള്ളത്. ഓക്കെ, അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഫ്ലക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് എന്താ വരിക, മേലെ നിന്ന് താഴേക്കുള്ള മാറി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടികളെ പൊസിഷൻ ചെയ്യാനുള്ള പണികൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു, ജസ്റ്റിഫൈ സ്റ്റാർട്ടാണ് ഡീഫോൾട്ട്, ജസ്റ്റിഫൈ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അറ്റത്തിൽ വരും, ജസ്റ്റിഫൈ ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ മാക്സിമം സ്പേസ് ആവും, ജസ്റ്റിഫൈ ഈവൻലി കൊടുത്തു കഴിഞ്ഞാൽ ഈവൻലി കുട്ടികളുടെ ഇടയിൽ സ്പേസ് ആവും, ജസ്റ്റിഫൈ അറൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുട്ടികൾക്ക് ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഗ്യാപ്പ് പറയാം. അപ്പോൾ ഞാൻ ഗ്യാപ്പ് 2 കൊടുത്തു, അപ്പോൾ കുട്ടികളുടെ ഇടയിൽ 2 ഗ്യാപ്പാണ്. ഗ്യാപ്പ് 10 പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലെക്സ് ആയി. ഇനിയിപ്പോൾ ഈ ഫ്ലെക്സിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാലേ, നമുക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലുള്ള മാറ്റിയിട്ട് മുകളിൽ നിന്ന് താഴേക്കാക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫ്ലെക്സ് കോൾ എന്നുള്ളൊരു ക്ലാസ് കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, അപ്പോൾ എന്തായി, നമ്മൾ നേരത്തെ ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കുള്ള മാറി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള ആവുമെന്ന് പറഞ്ഞു. ഇപ്പം എന്താ സംഭവിച്ചേ, നമ്മൾ ഫ്ലെക്സ് കോളും കൊടുത്തപ്പോൾ ഫ്ലെക്സിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മാറിയിട്ട് മേലെ താഴേക്ക് തന്നെ. പിന്നെ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഫ്ലെക്സ് നേരത്തെ പോലെ തന്നെ കൊടുത്താൽ പോയാൽ.
അതല്ല, നമുക്ക് ഇതിലും എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷനിങ് വരാം. ഞാൻ എന്ത് ചെയ്യാണ്, ഇയാളുടെ ഹൈറ്റ് ഫുള്ളാക്കാണ്. ഹൈറ്റ് ഫുള്ളാക്കാനായിട്ട് ഹൈറ്റ് ഞാൻ സ്ക്രീനിൻ്റെ ഹൈറ്റിന് കൊടുക്കാം. അതാണ് എച്ച് സ്ക്രീൻ എന്നാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഈ ഡിവ് ഉണ്ടല്ലോ, അഥവാ ഈ പാരന്റ് ഡിവ് നമ്മുടെ പേജിന്റെ മൊത്തം ഹൈറ്റും എടുക്കുന്നുണ്ട്, സ്ക്രീനിന്റെ മൊത്തം ഹൈറ്റും എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റിഫൈ എൻഡ് കൊടുക്കാം. കണ്ടോ, താഴെ വരും. അപ്പോൾ ഇവിടെ ജസ്റ്റിഫൈ എൻഡ് ജസ്റ്റിഫൈ സ്റ്റാർട്ടും നേരത്താണ് ലെഫ്റ്റ് റൈറ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലക്സിന്റെ ഡയറക്ഷൻ മാറ്റി, ഫ്ലക്സ് കോളാക്കി. അപ്പോൾ മുകളിലും താഴെയാണ് ഉണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാലൊക്കെ അതാണ് സംഭവിക്കണ്ടോ, ഈ ഒരു ആക്സിസിലാണ്, ഈ ആക്സിലാണ്. കാര്യം എന്താ, ഫ്ലക്സ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിലാണ്. ഓക്കെ, ഇനി ജസ്റ്റിഫൈ അറൗണ്ടും ഇതിനകത്തും വരയ്ക്കും കേട്ടോ, അതേപോലെ തന്നെ. ആകെ വ്യത്യാസം എന്താ, ഇവിടെ വൈ ആക്സിലാണ്, നേരത്തെ എക്സ് ആക്സിലായിരുന്നു. അപ്പം നമ്മുടെ ഫ്ലക്സ് സാധാരണ ഫ്ലക്സ് ആണ്, അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റിഫൈ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ പോയി നിൽക്കാം, ഇപ്പോൾ ലാസ്റ്റിലാണ് പോയി. ഇതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ വെച്ചാൽ സാധാരണ ഫ്ലക്സ് എന്ന് വെച്ചാൽ എക്സ് ആക്സിലുള്ള ഫ്ലക്സിൽ നമുക്ക് വൈ ആക്സിലുള്ള അലൈൻമെന്റ് പറയാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ഐറ്റംസ് എന്നൊക്കെ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. അപ്പം എക്സ് ആക്സിലുള്ള ഫ്ലക്സിന് എക്സ് ആക്സിലുള്ള തന്നെ പറയുകയാണെങ്കിൽ ജസ്റ്റിഫൈ ആണ്. ജസ്റ്റിഫൈ സ്റ്റാർട്ട്, ജസ്റ്റിഫൈ എൻഡ്, ജസ്റ്റിഫൈ ബിറ്റ്വീൻ, ജസ്റ്റിഫൈ അറൗണ്ട് ഒക്കെ ആണ്. ഇനി അതിൽ തന്നെ നമുക്ക് വൈ ആക്സിൽ പറയുകയാണെങ്കിൽ ഐറ്റംസ് വെച്ചിട്ടാണ് പറയാം കേട്ടോ. ഞാൻ ഐറ്റംസ് എൻഡ് കൊടുക്കുകയാണെ, നോക്കിക്കോ, ഇത് ഇവിടെ വന്ന്. കാര്യം എന്താ, നമ്മളെ ഫ്ലക്സ് ആണ്, ഫ്ലക്സിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ളതിൽ അവസാനത്തിൽ പോകുമ്പോൾ നമ്മൾ ജസ്റ്റിഫൈ എൻഡൊക്കെ ആയിരുന്നു കൊടുത്തത്. പക്ഷെ ഫ്ലക്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വൈ ആക്സിൽ പറയുകയാണെങ്കിൽ ഐറ്റംസ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഓക്കെ, സാധാരണയായിട്ട് ഐറ്റംസ് സ്റ്റാർട്ട് ഉണ്ട്, ഐറ്റംസ് എൻഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഐറ്റംസ് സ്ട്രെച്ച് ഉണ്ട്. ഇതാണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. നമ്മൾ വിഡ്ത്ത് ഹൈറ്റ് കൊടുത്തോണ്ടാണ്. ഹൈറ്റ് കൊടുത്തില്ലെങ്കിൽ എന്താ നടക്കണം നോക്കാം നമുക്ക്. വേണ്ടോ, വലിച്ചു നീട്ടിയിട്ടുള്ളത് അതാണ് ഐറ്റംസ് സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ് ആക്സിൽ കിടക്കുന്ന ഒരു ഡിവിന് ചില ഫ്ലെക്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിലാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അതിൽ നമുക്ക് വൈ ആക്സിൽ പ്ലേസ്മെന്റ് കൊടുക്കണമെങ്കിൽ ഐറ്റംസ് ഉപയോഗിക്കും. അതാണ് ഒരു സാധനത്തിന്റെ നടുവിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നടുവിലാക്കണമെങ്കിൽ അത് നമുക്ക് എക്സ് ആക്സിൽ നടുവിലാക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റിഫൈ സെന്റർ കൊടുക്കാം അല്ലേ. അതേപോലെ തന്നെ വൈ ആക്സിൽ നടുവിലാക്കാം. അപ്പം എന്ത് ചെയ്യാം, ഐറ്റംസ് സെന്റർ കൊടുത്താൽ മതി. എന്തായി, വൈ ആക്സിലും എക്സ് ആക്സിലും നടുവിലായി. ഇത് വർക്ക് ആവണമെങ്കിൽ ഈ കിടക്കണ ആളുണ്ടല്ലോ, ഈ ഡിവ്, ഇത് സ്ക്രീനിന്റെ ഹൈറ്റ് ആയിരിക്കണം. ഇത് ഹൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ എക്സ് ആക്സിൽ മാത്രമേ നടുവിലാവുള്ളൂ, വൈ ആക്സിൽ നടുവിലാവുക. കാര്യം എന്താ, ഇതിന്റെ ഹൈറ്റ് സ്ക്രീനിന്റെ അത്ര ഇല്ല. അപ്പോൾ അതിന്റെ നടു ഇതാണല്ലോ, ഈ ഒരു ഹൈറ്റ് നോക്കും ഇത് തന്നെയാണ് നടു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേജിന്റെ നടുവിൽ എന്തെങ്കിലും സാധനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിന്റെ ഇത്രയും സാധനങ്ങൾ കേട്ട് കിളി പോയി എന്ന് വിചാരിക്കണേ. അപ്പം കിളി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സാധനം ഡിസൈൻ ചെയ്ത് നോക്കാം, ഒരു കാർഡ് ഡിസൈൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കാർഡിന് ഞാൻ ആദ്യം HTML മാത്രം ഉണ്ടാക്കാം, ഒരു ഡിവ് ഉണ്ടാക്കാണ്. ഒന്നും കാണില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് മൈ കാർഡ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ ഒരു പാരഗ്രാഫ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് ഒരു ഡമ്മി ടെക്സ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു 50 കൊടുത്താൽ ഞാൻ ഓരോ 50ൽ കുറച്ച് ഡമ്മി ടെക്സ്റ്റ് വരും. ഓക്കെ, കാണാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു കാർഡ് രൂപത്തിൽ ആക്കണം. കാർഡ് രൂപത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെന്ത് ചെയ്യാം, ക്ലാസ് നമുക്കൊന്ന് ചെറുതാക്കാം കേട്ടോ. പിന്നെ മാക്സിമം വിഡ്ത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് റെസ്ട്രിക്ട് ചെയ്യണേ. മാക്സിമം വിഡ്ത്ത് നമുക്ക് ഇങ്ങനെ പല രൂപത്തിൽ റെസ്ട്രിക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 64 കൊടുത്തിന് വെച്ചു, മാക്സിമം വിഡ്ത്ത് 64ആയി. അതിന് 96 കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് കുറച്ച് മാർജിൻ കൊടുക്കണം വെച്ചാൽ ഞാൻ മാർജിന് ഒരു 10 കൊടുക്കുകയാണ്, തൽക്കാലത്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് പാഡിങ് ഒന്ന് വെച്ചോ, പാഡിങ് ഒരു 2 കൊടുക്കുകയാണ്. കാർഡ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രേ കളർ കൊടുക്കുക, ഒരു ഗ്രേ ഒരു 200 കൊടുക്കുക. ഓക്കെ, കാർഡ് രൂപത്തിലായി വരുന്നുണ്ടല്ലോ. നമുക്കിതൊന്ന് റൗണ്ടഡ് ആക്കാം. അപ്പം റൗണ്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ടഡ് ആവും. അതന്നെ കുറച്ചും കൂടെ റൗണ്ടിങ് കൂട്ടണമെങ്കിൽ MD കൊടുക്കാം, കുറച്ചും കൂടെ റൗണ്ടിങ് ആവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ പാഡിങ് വേണം, പാഡിങ് ഒരു 4 കൊടുക്കാം. ഓക്കെ, ഈ മൈ കാർഡ് എന്നുള്ള ഈ സാധനം ഒന്ന്, പാഡിങ് 2 ഉണ്ടായിരുന്നു അല്ലേ, മൈ കാർഡ് എന്നുള്ള ഈ സാധനം കുറച്ചും കൂടെ വലിപ്പം കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് LG കൊടുക്കാം. എന്നാൽ കുറച്ചും കൂടെ എക്സ്ട്രാ ലാർജ് ആക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കുറച്ചും കൂടെ ഫോണ്ട് തടി കൂട്ടാം, അപ്പോൾ ഫോണ്ട് മീഡിയം കൊടുക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ ഒരു മാർജിൻ ബോട്ടം ഒരു 4 കൊടുക്കാം. ഓക്കെ, താഴോട്ടായില്ലേ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ താഴെ മാത്രമായിട്ട് ഒരു വര വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ബോർഡർ ബോട്ടം ഞാൻ 2, പക്ഷേ ഇവിടെ കാണാത്ത റീസൺ കളറ് മാറാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ബോർഡർ വൈറ്റ് കൊടുക്കുകയാണ്. വേണ്ടോ, ഇവിടെ ബോർഡർ കാണാൻ പറ്റും. വേണം എന്ത് ചെയ്യുക, പാഡിങ് കുറച്ച് താഴെ കൊടുക്കുക, പാഡിങ് ഒരു 4 താഴെ കൊടുത്താൽ ഞാൻ ബോർഡർ കുറച്ച് കാണാം. ഒരു കാർഡിൻ്റെ രൂപത്തിലായില്ലേ. ഇനി നമുക്ക് സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കാം. വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഷാഡോ ഒക്കെ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഒരു ഷാഡോ കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു എടുപ്പ് വന്നില്ലേ. അപ്പോൾ നമുക്ക് ഒരു കാർഡിൻ്റെ രൂപത്തിലായിക്കണ്ടേ. ഇപ്പോൾ ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ആണെന്ന് വിചാരിച്ചോ, ഇത് ഞാനിങ്ങനെ മൾട്ടിപ്പിൾ സാധനം ഇങ്ങനെ കോപ്പി പേസ്റ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് താഴെ ആയിട്ടാണ് വരിക. ഇനി ഇത് നമുക്ക് നേരെ നേരെ വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാം,
ഇതിനെ മൊത്തം എടുത്തിട്ട് ഒരു ഡിവിൻ്റെ അകത്ത് കൊടുക്കും. ആ ഡിവ് എന്താക്കും, നമ്മൾ ആ ഡിവിന് എടുത്തിട്ട് അതിൻ്റെ ക്ലാസ് എന്ത് കൊടുക്കും, ഫ്ലെക്സ് കൊടുക്കും. അപ്പോൾ നേരെ നേരെ വരും, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, നേരെ നേരെ വന്നു. അപ്പോൾ അതിൽ തന്നെ ചിൽഡ്രനെ പ്ലേസ് ചെയ്യാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റിഫൈ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നടുവിലേക്ക് വരും. ഓക്കെ, ഇതിനുള്ള ഒരു സ്പേസിങ് വരുന്നത് നമ്മൾ മാർജിൻ കൊടുത്തോണ്ടാണ് കേട്ടോ. ഇനി മാർജിൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒന്നും മാർജിൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്പേസിങ് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഗ്യാപ്പ് കൊടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ഗ്യാപ്പ് 10 കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് കൊടുത്തിട്ട് വരണം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം മേലേം താഴെയും ഇല്ലാത്ത പോലെ, അപ്പം മേലേം താഴെ കിട്ടാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലുള്ള പാഡിങ് ആണ് വേണ്ടത്. പാഡിങ് കൊടുക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹൈറ്റ് ഫുള്ളാക്കിയിട്ട് നടുവിലാക്കാം. എന്ന് വെച്ചാൽ ഹൈറ്റ് സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ ഇത് സ്ക്രീനിലേക്ക് നിറഞ്ഞു വെക്കും. ഇനി എല്ലാവരും നടുവിലാക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസ് സെൻറ്റർ കൊടുക്കുക, വെച്ചാൽ വൈ ആക്സിൽ നടുവിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാർഡ്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇതൊരു വഴിയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിലൊരു എക്സ്ട്രാ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിഡ്ത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് വിഡ്ത്ത് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് വിഡ്ത്ത് ഫുൾ ആയിട്ടുണ്ടാവും. വെച്ചാൽ കിടക്കണ സംഭവം എന്താണോ, മീൻസ് ഈ ഡിവിൻ്റെ ഈ ഡിവ് ഉണ്ടല്ലോ, പുറത്തെ ഡിവ്, ഇതിൻ്റെ വിഡ്ത്ത് എന്താണോ ആ വിഡ്ത്താണ് നമ്മളെ ഈ ഉള്ളിലുള്ള ഈ കാർഡ് എന്നിട്ടുള്ള ഈ സാധനത്തിന് ഉണ്ടാവുക. ഓക്കെ, അത് നമുക്കാണെങ്കിൽ പകുതിയാക്കും. ഫോർ എക്സാമ്പിൾ അവിടെ എന്താണ് വിഡ്ത്ത് 1/2 ആക്കാണ്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ നേരെ പകുതിയാണ്. ഇത് ഞാൻ സെൻറ്ററിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തോന്നാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റിഫൈ സെൻറ്റർ ഇത് ഒഴിവാക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇത് പകുതിയായിട്ടാണ്. ഇനി ആ 1/2 അല്ലെങ്കിൽ 1/3 കൊടുത്തെങ്കിലോ 1/3. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് അങ്ങനത്തെ ഫ്രാക്ഷൻസ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കിടക്കുന്ന പാരന്റിന്റെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ്, അല്ലെ ഇത്ര ശതമാനം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അങ്ങനെ വിഡ്ത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ വിഡ്ത്ത് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഫുൾ ആയിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് അവർ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തോളും. ഇപ്പോൾ 2 ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കറക്റ്റ് കൊടുത്തോളും. അപ്പോൾ പിന്നെ നമ്മൾ വിഡ്ത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗ്യാപ്പും കൊടുക്കാം. ഇനി നമുക്ക് നടുവിലാക്കണമെങ്കിൽ ജസ്റ്റിഫൈ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നടുവിലാവും. ഓക്കെ, അതേപോലെ ഐറ്റംസ് സെൻറ്റർ നടുവിലാക്കണമെങ്കിൽ അതും ആക്കാം കേട്ടോ. എല്ലാവരും നടുവിലായി. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലും പാഡിങ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊരു 10 പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൽ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ വിഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇതൊരു പ്രശ്നമാണല്ലോ. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പ് പൊസിഷനിങ് ഉണ്ട്. അതിനാണ് നമ്മൾ ഫ്ലെക്സിന് പകരം ഗ്രിഡ് പറയാം കേട്ടോ. ഞാൻ ഗ്രിഡ് എന്ന് പറയാം, ഫ്ലെക്സുള്ള മാറ്റി ഗ്രിഡ് ആക്കാണേ. അപ്പോൾ പിന്നെ ഇതെന്തായി, എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ, നമ്മളെ സെൻറ്ററും കാര്യങ്ങളൊക്കെ പോയിക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഗ്രിഡ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രിഡിൽ എത്ര കോളം വേണമെന്നുള്ള നമുക്ക് പറയാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഗ്രിഡ് കോൾസ് 2 കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ 2 കോളമുള്ള ഗ്രിഡായി മാറി. ഇനി 3 കൊടുക്കണം. അപ്പം 3 കോളമുള്ള ഗ്രിഡായി മാറി. 4 കൊടുക്കണം. 4 കോളമുള്ള ഗ്രിഡായി മാറി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് ഉണ്ടാക്കി നമ്മൾ ഗാലറി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫ്ലെക്സിലെ പോലെ തന്നെ കേട്ടോ. ഇവിടെ ഞാൻ 5 ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിൽ 5 ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എക്സ് ആക്സിൽ മാത്രം ഗ്യാപ്പ് കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പ് എക്സ് 10, അപ്പോൾ എക്സ് ആക്സിൽ മാത്രമേ ഗ്യാപ്പ് ഉള്ളൂ, വൈ ആക്സിൽ ഗ്യാപ്പ് ഇല്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രിഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം കോൾസ് 1 ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെക്സ് കോൾ കൊടുത്ത മാതിരി തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ആയി മാറി. അപ്പോൾ ഇതിനും ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ കേഴ്സർ എന്തെങ്കിലും ഒരു സാധനമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്റ്റൈൽ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ കാർഡ് മേൽ കേഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതിൻ്റെ കളർ റെഡ് ആക്കണം എന്ന് വിചാരിച്ചു. ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു ഫസ്റ്റ് കാർഡിനെ മാത്രമാണ് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആക്കണേ, BG റെഡ് 400 എടുത്തു കഴിഞ്ഞാൽ റെഡ് ആവും. ഓക്കെ, പക്ഷെ നമുക്കിത് കേഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹവർന്ന് കൊടുക്കുക, കോളം കൊടുക്കുക. ഓക്കെ, ഹവർ എന്ന് വെച്ചാൽ കേഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോൾ കണ്ടോ, നമ്മൾ കേഴ്സർ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൻ്റെ കളർ റെഡ് ആകുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ത് സ്റ്റൈലും അങ്ങനെ കൊടുക്കാം കേട്ടോ ഹവർ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് റൗണ്ടഡ് ആക്കേണ്ടത് ഹവർ ചെയ്യുവാണെങ്കിൽ ഹവർ കോളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേഴ്സർ കൊണ്ട് വെക്കുമ്പോൾ ഉണ്ടോ അത് റൗണ്ടഡ് ആണെന്നുണ്ടോ. ഓക്കെ, നമുക്ക് ഹവർ ചെയ്യുമ്പം കേഴ്സർ തന്നെ വേറെ പോയിന്റർ ആക്കണമെങ്കിൽ ഇപ്പം ഞാൻ കേഴ്സർ എന്ത് ചെയ്യാണ്, കേഴ്സർ ഇപ്പോൾ ഞാൻ വെയിറ്റ് എന്നുള്ള കേഴ്സർ എടുക്കാം. അപ്പോൾ നമുക്ക് കേഴ്സർ ഉണ്ടോ കറങ്ങണുണ്ടോ, അങ്ങനെ ആക്കാം കേട്ടോ. ഇനി ഞാൻ കേഴ്സർ പോയിന്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറ്റിയ സാധനം പോലെ ആയി മാറി ഉണ്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ടൈൽവിനിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിളി പോവും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണോ, എനിക്ക് റീഡ് മോർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് വേണം. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം, നമ്മളിപ്പോൾ ഇതിനകത്ത് റീഡ് മോർ എന്നൊരു ടെക്സ്റ്റ് ആണെങ്കിൽ താഴെ ഇപ്പോൾ ഞാൻ സ്പാനിനകത്ത് എടുക്കുകയാണ് റീഡ് മോർ. ഓക്കെ, അപ്പോൾ ഇത് ലെഫ്റ്റിലാണുള്ളത്, ഇത് റൈറ്റിലേക്ക് ആക്കണം. റൈറ്റിലേക്ക് ആക്കാൻ നമുക്ക് ഇപ്പോൾ ഉള്ള
ഒരു വഴി എന്ന് വെച്ചാൽ ഇതിനെ ഒരു ഡിവിനകത്ത് എടുത്തിടാം. ഓക്കെ, എന്നിട്ട് ഡിവിൽ എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ഫ്ലക്സ് ആക്കാം. ഫ്ലക്സ് ആക്കി കഴിഞ്ഞാൽ ഇത് ഫ്ലക്സ് ആയി. പക്ഷെ മാറ്റമൊന്നുമില്ല. മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റിഫൈ ഇൻറ്റു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അവസാനത്ത് പോയിക്കും. ഇങ്ങനെ ആക്കാം. അപ്പോൾ നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സാധനങ്ങൾ മാറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ പഠിച്ച സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രം മതി. അത് വെച്ചിട്ട് തന്നെ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ ഒരു ഇമേജ് വേണമെന്ന് വിചാരിച്ചോ. ഈ കാർഡിന് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇമേജ് എടുക്കുകയാണ്. ഇലോൺ മസ്കിന് നേരെ തുറക്കാൻ പറ്റുന്ന ഇമേജ്. എനിക്ക് ഇവിടെ ഒരു ഇമേജ് കൊടുക്കണമെങ്കിൽ ഞാൻ രണ്ടാമത്തെ കാർഡിന്റെ ഇപ്പോൾ H1 കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ H1 കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ തന്നെ ഇവിടെ ഞാൻ സ്പാൻ കൊടുത്തിട്ട് ഇതിൽ എന്താണ് സ്പാൻ വേണ്ട IMG കൊടുക്കാം. IMG കൊടുത്തിട്ട് SRC നമ്മൾ ഇത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് നേരെ നിറഞ്ഞു നിൽക്കുക ചെയ്യുന്നത് അല്ലേ. നമുക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, H1 ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇതിനെടുത്തിട്ട് H1 ഉള്ളിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ എന്നാലും ഇതെന്താന്നില്ല, സൈസ് ചെറുതാവുന്നില്ല. അപ്പം നമുക്ക് എന്ത് ഇമേജിന് ഇങ്ങോട്ട് എടുത്ത് ഇമേജിന് ക്ലാസ് കൊടുക്കാം. അപ്പോൾ ക്ലാസ് എന്താണ് സൈസ് ഒരു 4 കൊടുക്കാം. ഇത് തന്നെ സാധനം ചെറുതായി. ഇത് സൈഡ് ബൈ സൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സ് കൊടുക്കാം അല്ലേ. H1 ക്ലാസ് എന്താണ് ഫ്ലെക്സ് കൊടുക്കാണ്. അപ്പോൾ തന്നെ ഇതെന്തായി ഒരു ലൈനിലായി. ഇത് നടുവിലാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് സെന്റർ കൊടുക്കാം. അപ്പോൾ നടുവിലായി അല്ലേ. ഇനി അപ്പുറത്തും ഇപ്പുറത്തും മാക്സിമം സ്പേസ് ആണെങ്കിൽ 65 ബിറ്റ്വീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഇതുണ്ടോ ഇത് തമ്മിൽ സ്പേസിങ് മാക്സിമം ആയി. നമുക്കാണെങ്കിൽ സൈസ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടി ഒരു 12 ആക്കാം. ഓക്കെ, ഇനി നമുക്കിത് വട്ടത്തിലാണെന്ന് വിചാരിച്ചോ. എന്താ മതി, റൗണ്ടോടെ ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ വട്ടത്തിലായി. ഓക്കെ, നമുക്ക് ഇമേജ് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള അല്ലേ, അത് നമുക്ക് മാറ്റിയിട്ട് കറക്റ്റ് ക്രോപ്പ് ആക്കണമെങ്കിൽ ഒബ്ജക്റ്റ് കവർ ഉണ്ട്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ക്രോപ്പായി ഉണ്ടോ. ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഏത് യുഐയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഞാനിത് കുറേ കാലം ചെയ്ത് ശീലമായതാണ്. അപ്പോൾ നിങ്ങൾ ശീലമാകുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മാക്സിമം ഓരോ സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഡ്രിബിൾ എന്നുള്ള വെബ്സൈറ്റിൽ കയറാം. ഓക്കെ, ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് പല ഡിസൈനിൻ്റെ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കോഡ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡിസൈൻ എടുക്കാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് Tailwind CSS വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു കാർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചോളെ. ഞാൻ ആദ്യം ഇതിലുള്ള കോഡൊക്കെ ഒന്ന് കളയട്ടെ, എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിലുള്ള കോഡൊക്കെ കളഞ്ഞ് എല്ലാം പോയി. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ HTML ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ഡിവ് വേണം അല്ലേ, ഒരു ഡിവ് വേണം. ഉറപ്പാണ്, ഡിവ് വെച്ചു. ഓക്കെ, അതിനകത്ത് 2 ടെക്സ്റ്റാണ്, രണ്ട് H1 സ്പാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ അവിടെ സ്പാന് കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻഡേർഡ് എന്ന് കൊടുക്കുകയാണ്. സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതിൻ്റെ താഴെ പെർഫെക്റ്റ് ഫോർ ഇൻഡിവിജ്വൽസ്, അതും പെർഫെക്റ്റ് ഫോർ ഇൻഡിവിജ്വൽസ്. ഓക്കെ, അതും കൊടുത്തു. പിന്നെ ഈ ഒരു പ്രൈസിങ്ങിൻ്റെ $സൈൻ ആണ്. അപ്പം ഞാൻ $സൈൻ കിട്ടാൻ വേണ്ടിയിട്ട് $സൈൻ സെർച്ച് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ $സൈൻ എടുത്തു. എന്നിട്ട് അതും ഞാനിവിടെ താഴെ നമുക്ക് എന്തൊക്കെ വേണ്ടേ, $സൈൻ 34 പെർ മന്ത്. ഓക്കെ, അപ്പം $സൈൻ 34 ഒരു സൈസിലുള്ളത്, പെർ മന്തിൻ്റെ വേറൊരു സൈസിലാണ് അല്ലേ. അപ്പോൾ പെർ മന്തിൻ്റെ നമുക്ക് ചെയ്യാം കേട്ടോ, പെർ മന്ത്. ഓക്കെ, അതായി. പിന്നെ ഇവിടെ ഒരു വരയുണ്ട്. പിന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ആക്സെപ്റ്റ് പേയ്മെൻറ്റ് ഗ്ലോബലി, ഈ 3 സാധനങ്ങളുണ്ട് അല്ലേ. അപ്പം നമുക്ക് അത് ഇവിടെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അൺഓർഡേർഡ് ലിസ്റ്റ് ആക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അതിനകത്ത് ലിസ്റ്റ് ആയിട്ട് ആക്കിയിട്ട് ഇൻസ്റ്റൻ്റ്ലി ബ്ലാ ബ്ലാ ഒരു 3 കൊടുത്ത് വെച്ചാൽ. ഓക്കെ, ഇത് താഴെ ഒരു ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടണും. ഓക്കെ, ബട്ടണിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് തുറന്നു നോക്കാം. ഇതിൽ ഒന്നും വന്നിട്ടില്ല, നമ്മൾ ഡിസൈൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു സാധനത്തിന് ബോർഡർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, ചെറിയൊരു ഷാഡോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ചെയ്ത് തുടങ്ങാം. പിന്നെ ക്ലാസ് എന്താണ് BG വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുറന്നാൽ ഇത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ബോർഡർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ടൊരു ക്ലിയർ അല്ല. വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബോഡിക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രേ ഒരു 50 കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ, ഇത് കറക്റ്റ് വൈറ്റാന്നുള്ളത്. പിന്നെ ഇത് വിടുത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കുക ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ വിടുത്ത് മിനിമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സെൻറ്റർ ആക്കാം. സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിവിൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഡിവിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് ഈ ഒരു ഡിവ് ക്ലാസ് എന്ത് ചെയ്യാം, വിടുത്ത് സ്ക്രീന്, ഹൈറ്റ് സ്ക്രീന്, ഫ്ലെക്സ് ആക്കാം. പിന്നെ സെൻറ്റർ ആക്കാൻ ജസ്റ്റിഫൈ സെൻറ്ററും ഐറ്റം സെൻറ്ററും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സെൻറ്ററായി. ഓക്കെ, അപ്പം ഇതായി. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് ഇന്ന് റൗണ്ടഡ് ബോർഡർ ഇല്ല, അത് കുഴപ്പമില്ല. ബോർഡർ കുറച്ചും കൂടെ തിക്നെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബോർഡർ 2 ആക്കി കൊടുത്ത് നോക്കാം. ഓക്കെ, തിക്നെസ് സെറ്റായി. ഇനി ഇവിടെ കണ്ടോ പാഡിങ് വരുന്നുണ്ട് അല്ലേ, പാഡിങ് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യണം, പാഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാഡിങ് 4 കൊടുക്കുകയാണേ. 4 അല്ല, ഒരു 6 ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാഡിങ് 6 കൊടുക്കുകയാണ്. പാഡിങ് ആയി. ഇനി അടുത്തത് ഇതിങ്ങനെ താഴെ വരണം.
താഴത്തായി വരണമെങ്കിൽ നമ്മൾ ഫ്ലെക്സ് കൊടുത്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഇതിന് ഫ്ലെക്സ് കൊടുക്കാം. ഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ സാറിന് നേരെ നേരെ വരാം. താഴത്തായി വരണമെങ്കിൽ ഫ്ലെക്സ് കോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായി? ആൾക്കാർ താഴത്തായി. ഇനി ഈ സ്റ്റാൻഡേർഡ് എന്നുള്ള ടെക്സ്റ്റ് കുറച്ചും കൂടെ ബോൾഡ് ആക്കണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം? എൻ്റെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് മീഡിയം കൊടുക്കാം. അധികം ബോൾഡാവണം. ഓക്കെ, സ്റ്റാൻഡേർഡായി. വേണം കുറച്ചും കൂടെ ബോൾഡാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ബോൾഡോ അല്ലെ സെമി ബോൾഡാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതായി. ഇനി പെർഫെക്റ്റ് ഫോർ ഇൻഡിവിജ്വൽസ് എന്നുള്ളത് ചെറുതായിട്ട് ഇതിനേക്കാളും സൈസ് കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് SM കൊടുക്കാം. അപ്പോൾ കുറച്ച് ചെറുതാവും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ സ്മോൾ ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ലേ. ഞാൻ എക്സ്ട്രാ സ്മോൾ ആക്കി കഴിഞ്ഞാൽ എന്താണ് നോക്കാം. എക്സ്ട്രാ സ്മോൾ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോണ്ട് ഒന്ന് തടി കൂട്ടാം. കുറച്ചും കൂടെ ആ ഒരു ഇതായി. ഒരു ഗ്രേ പോലത്തെ കളറാകത്തുള്ളൂ. അപ്പം കളർ ആണെങ്കിൽ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ഗ്രേ ഒരു 400 കൊടുത്ത് വെക്കാം. അങ്ങനായി. ഇനി നമുക്ക് ഇതിൽ 34 പെർ മന്ത് ഉണ്ടല്ലോ, ആ 34 നമുക്കൊന്ന് തടി കൂട്ടാം. ഓക്കെ, ഈ 34ഉം പെർ മന്ത് ഒരു ലൈനിലാണ് വേണ്ടത്. അപ്പോൾ ഇവരെ രണ്ടാളെ എടുത്തിട്ട് നമ്മളൊരു ഡിവിൻ്റെ അകത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഡിവിന് എന്താക്കാം? നമുക്ക് ക്ലാസ് അങ്ങോട്ട് ഫ്ലെക്സ് ആക്കി അവർ രണ്ടാളും ഒരു ലൈനകത്തായി വന്നു. ഓക്കെ, ഞാൻ 34ന്റെ വലുപ്പം ഒന്ന് കൂട്ടാം. ഓക്കെ, 34ന്റെ വലുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ഒരു XL കൊടുത്ത് വെക്കാം. ഓക്കെ, XL പോരാ, ഒരു 3XL 2XL 3XL കൊടുത്ത് വെക്കാം. ഓക്കെ, ഇനി പെർ മന്ത് താഴെയാണ് വേണ്ടത് അല്ലേ. അപ്പം ഐറ്റംസ് എന്താ വേണ്ടത്? എൻഡിലാണ് വേണ്ടത്. Y ആക്സിൽ എൻഡിലാണ്. ഓക്കെ, അപ്പോൾ അതായി. 34ന് കുറച്ചും കൂടെ തടി വേണം. അപ്പോൾ എന്ത് ചെയ്യാം? 34ന് തടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോണ്ട് എന്ത് ചെയ്യാം? മീഡിയം കൊടുക്കാം. അപ്പോൾ തടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു വര കൂടെ ഉണ്ട്. ഓക്കെ, ബോർഡർ ബോട്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിവിന് അങ്ങോട്ട് കൊടുക്കാം. ബോർഡർ ബോട്ടം 2. ഓക്കെ, അപ്പോൾ കറക്റ്റ് അതായി. ഇനി ഇതിൻ്റെ ഇടയിൽ സ്പേസിങ് കുറച്ചുണ്ട് അല്ലേ. അത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഗ്യാപ്പ്. ഓക്കെ, ഞാൻ ഗ്യാപ്പ് ഒരു 4 കൊടുക്കുകയാണ്. എന്താവണം നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 4 കുറച്ച് കൂടിപ്പോയി. അപ്പം 2 കൊടുക്കാം. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. റൂം ഓവറാണ് തോന്നുന്നത്. ഇത് ശരിയാക്കാം കേട്ടോ. ഇനി നമുക്ക് പിന്നെ വേണ്ടതാണ് ഈ ഒരു സാധനം, ഈ ഒരു ടിക്ക് മാർക്ക് ഉള്ള സാധനം. ഈ ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് ഒരു ഐക്കൺ അല്ലേ. ഐക്കൺ കിട്ടാൻ നമുക്ക് പല വഴികളുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹീറോ ഐക്കൺസ് എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ടിക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്ക് മാർക്ക് കിട്ടും. ഇത് കോപ്പി SVG കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതിൽ ഞാൻ എന്താണ് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ഞാൻ സ്പാനിനകത്താക്കിയിട്ട് SVG കൊടുക്കുകയാണ് ഇതിന്. ഓക്കെ, എന്നിട്ട് ഇതിപ്പം 2 ലൈനിലുള്ളത്. ഓക്കെ, ടിക്ക് മാർക്കും ടെക്സ്റ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ലൈനിലാക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുക? ഫ്ലെക്സ് ആക്കിയാൽ മതി. ഓക്കെ, ഒരു ലൈനിലായി. പിന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കുറക്കാം കേട്ടോ. ഇവിടെ ക്ലാസ് സൈസ് 6 ഉള്ളത്. ഇത് ഞാനൊരു 2 4 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 4 കൊടുത്ത് വെക്കാം. ഓക്കെ, ഇത് നടുവിലാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററും കൂടെ കൊടുക്കണം. അപ്പം ഇതിന് ഐറ്റംസ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതും താഴെയായി. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സൈസ് 3 ആക്കാം. അതാ കുറച്ചും കൂടെ നല്ലത് തോന്നുന്നു. ഓക്കെ, ഈ കുറഞ്ഞു പോയോ? ഇല്ല, കറക്റ്റാണ്. വേണമെങ്കിൽ 4 നടക്കുന്നത്, കുഴപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ ടെക്സ്റ്റ് കുറച്ചൊന്ന് ഗ്രേ കളറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ടെക്സ്റ്റ് ഗ്രേ ഒരു 300 കൊടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ തീരെ കുറഞ്ഞുപോയി. 400 എടുക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വേണം. അപ്പം ഫ്ലെക്സിൻ്റെ ഗ്യാപ്പ് എന്ത് ചെയ്യാം? ഗ്യാപ്പ് 2 കൊടുത്ത് വെക്കാം. ഓക്കെ, ഇനി ഇങ്ങനത്തെ 3 വേണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഇതന്നെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് 3 ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ആണ്. അപ്പം ബട്ടൺ ആദ്യം നമുക്ക് ബോർഡർ വേണം. അപ്പം ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ക്ലാസ് കൊടുക്കാം. എന്നിട്ട് ബോർഡർ എന്ത് ചെയ്യാം? 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ തന്നെ ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നല്ലോണം പാഡിങ് ഉണ്ട്. മീൻസ് X ആക്സിൽ നല്ലോണം പാഡിങ് ഉണ്ട്, Y ആക്സിൽ കുറവ്. അപ്പോൾ പാഡിങ് X ഞാനൊരു 10 കൊടുക്കുകയാണ്. അതും പോരാ, കുറച്ചും കൂടെ കൂട്ടാം, ഒരു 14 കൊടുക്കാം. ഇനി പാഡിങ് Y നമുക്കൊരു 4 കൊടുക്കാം. ഓക്കെ, Y കുറച്ച് കൂടി പോയില്ലേ, 2 കൊടുക്കാം. ഓക്കെ, അതൊക്കെ. ഇനി നമുക്ക് റൗണ്ടഡ് ആക്കണം. ഇപ്പോൾ റൗണ്ടഡ് ഫുള്ളായിട്ടാണ് അത് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ടഡ് ഫുള്ള് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ ഒരു സ്പേസിങ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ മാർജിന് ടോപ്പ് ഒരു 14 ഒക്കെ കൊടുക്കാം. അപ്പോൾ താഴോട്ട് മതി. ഓക്കെ, ഇനിയും വേണമെങ്കിൽ നമുക്ക് പാഡിങ് X കുറച്ചും കൂടെ കൂട്ടാം. ഒരു 20 ആക്കാം. അപ്പോൾ കുറച്ചും കൂടെ കൂടി. ഓക്കെ, ഇനി ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടണ് ഫോണ്ട് മീഡിയം ആണ്. അപ്പോൾ ഫോണ്ട് മീഡിയം കൊടുക്കാം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഇത് ഈ വരേൻ്റെ ഇടയിൽ ഒരു സ്പേസിങ് കുറച്ച് വേണം അല്ലേ. അപ്പം പാഡിങ് ബോട്ടം ഒരു 10 കൊടുത്ത് നോക്കാം. കുറച്ച് കൂടി പോയില്ലേ, അത്രയും വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 4 ഒക്കെ മതി. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഈ 34 പെർ മന്ത് ഇല്ലേ, ഇതിൻ്റെ മേലെ എന്തായ മാർജിന് കുറച്ചുകൂടെ ഒന്ന് കൊടുക്കാം. അപ്പം നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കി എടുത്തില്ലേ. ഇനി വേണമെങ്കിൽ
ഇതിന്റെ ഹൈറ്റ് കുറച്ചും കൂടെ കൂട്ടാം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇനിയും കുറച്ചും കൂടെ മാർജിൻ ടോപ്പ് ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ. അപ്പൊ കണ്ടോ, വെറും HTML ആയിട്ടുള്ള സാധനത്തിനെ ടൈൽവിൻ വെച്ചിട്ട് ഇത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇതിൽ തന്നെ ഇനി ഫോണ്ട്, കസ്റ്റം ഫോണ്ട്, ഇതിൽ എനിക്ക് തോന്നുന്ന പോപ്പിൻസ് അങ്ങനെ ഏതോ ഫോണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ആ ഫോണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പട്ടി സാധനം പോലെ തന്നെ ആവും. അപ്പൊ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് സാധനങ്ങൾ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ ഡ്രിബിളിൽ നിന്ന് ഇങ്ങനെ ഏതൊരു ഡിസൈൻ ഒക്കെ എടുത്ത് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇതിന്റെ കിടപ്പവശങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ടൈൽവിൻ CSS. ഇതിൽ ടൈൽവിൻ CSSന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈൽവിൻ CSSന്റെ വെബ്സൈറ്റ് എടുക്കാം. വെബ്സൈറ്റ് എടുത്തിട്ട് ഇവിടെ ഡോക്സ് കാണാം. ഇവിടെ നമ്മൾ പറഞ്ഞതും പറയാത്തതും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ പറയാതെ നിന്നിട്ടുള്ളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് കാണാം. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോ തരാന്നുള്ളതാണ് കേട്ടോ. അടുത്തായിട്ട് ടൈൽവിൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർക്ക് നമുക്ക് പ്രീ ബിൽഡ് ആയിട്ട് കമ്പണൻസ് കിട്ടുന്ന ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. ഇതൊന്നാണ് ടൈൽവിൻഡ് UI എന്ന് പറയുന്നത്. ടൈൽവിൻഡിന്റെ ടീം തന്നെ നമുക്ക് ഉണ്ടാക്കി തരും കമ്പണൻസ് ഒക്കെ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആൾക്കാർ ഉണ്ടാക്കി വെച്ച കമ്പണൻസ് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് റിവ്യൂവും കോഡും കാണാൻ പറ്റും. അപ്പോൾ ആൾക്കാർ എങ്ങനെയാണ് ടൈൽവിൻഡ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ചില സാധനങ്ങളൊക്കെ പെയ്ഡ് ആയിരിക്കും, അപ്പോൾ അതിന്റെ കോഡ് കിട്ടില്ല. വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലോ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡെയ്സി UI എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. പിന്നെ മെറാക്കി UI എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. പിന്നെ ടെയിൽ ഗ്രിഡ്സ് ഉണ്ട്. പിന്നെ ഹൈപ്പർ UI ഉണ്ട്. പിന്നെ ടെയിൽ ബ്ലോക്സ് ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഇനി ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് UI കമന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ.